പ്രാക്ടിക്കൽ പ്രോബ്ലം 1 ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. ഏതൊക്കെയാണ്? ABC കമ്പനി യൂസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം ആൻഡ് മാനുഫാക്ചർ പ്രൊഡക്റ്റ് Z. പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്രയാണ്? 1000 കിലോഗ്രാം ഔട്ട്പുട്ട് ഈസ് ആസ് അണ്ടർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എക്സ്ക്യൂസ് മീ, ഇതാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഇതാ ഇത്രയും ഭാഗം കണ്ടില്ലേ? അതാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക. പിന്നെ അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ്? 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, 1000 ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റുകൾ. മെറ്റീരിയൽ എ എത്ര വേണം? 800. ബി എത്ര വേണം? 200. സി എത്ര വേണം? 200. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയതൊക്കെ കൂടെ ടോട്ടലിൽ എത്ര വരും? 1200. അപ്പോൾ നമ്മൾ വിചാരിക്കുക കട്ടയാണെന്ന് വിചാരിക്കുക. കട്ടിടാൻ സിമൻറ്റ് വേണം, മണൽ വേണം, മെറ്റൽ വേണം. അതാണ് ABC എന്ന് വിചാരിക്കുക. അപ്പോൾ 800 കിലോഗ്രാം എന്ത് ചെയ്യാം? എം സാൻഡും 200 കിലോഗ്രാം സിമെൻറ്റും 200 കിലോഗ്രാം ഏതാണ് മെറ്റലും കൂടെ മിക്സ് ചെയ്താൽ ടോട്ടൽ എത്ര വേണം? 1200. പക്ഷെ ലോസ് ഉണ്ടാവില്ലേ? ലോസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് 1000 കിലോഗ്രാമിന് ഈക്വൽ ആയിട്ടുള്ള കട്ടയാണ് കിട്ടുക. ഓക്കെ അല്ലേ? ഇനി ആക്ച്വലി കമ്പനി എത്ര കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്? 2 ലക്ഷം കിലോഗ്രാം ഓഫ് കട്ട. കട്ട കിലോഗ്രാമിലെല്ലാം പറയുക, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഉപമ. എന്നിട്ട് ആക്ച്വൽ കൺസംഷനാണ് ഈ താഴത്ത് എന്നുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ? ഇതിൽ നമുക്ക് പെട്ടെന്ന് അറിയുന്ന സാധനമാണ് ഇത്. സ്റ്റാൻഡേർഡ് പ്രൈസ് അറിയാം, ആക്ച്വൽ പ്രൈസും അറിയാം, ആക്ച്വൽ ക്വാണ്ടിറ്റി അറിയാം. അപ്പം ഇനി ഏതേ കാണേണ്ടതുള്ളൂ? 2 കാര്യങ്ങൾ. ഒന്ന് ഏതാ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും കാണണം, പിന്നെ ഏതും കാണണം? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റിയും കാണണം. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഒന്നും എടുക്കണം കേട്ടോ, ഞാൻ ചെയ്യാൻ പോകുന്നു. പ്രാക്ടിക്കൽ പ്രോബ്ലം എത്രയാ? 1 PP1. ആദ്യം നമ്മുടെ സ്റ്റെപ്പ് 1 എന്താ? കമ്പ്യൂട്ടേഷൻ ടേബിൾ. ഏതൊക്കെയാണ്? 1, 2, 3, 4 മിക്സ് ആണ്. ഏതൊക്കെയാണ്? മെറ്റീരിയലാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. പ്ലീസ്. അപ്പോൾ ഇനി ഇവിടെ ABC 3 സാധനങ്ങളുടെ അല്ലേ? അപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ത് കണ്ടെത്തണം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ഏതാണ്? ആക്ച്വൽ ഔട്ട്പുട്ട്. ഓക്കെ അല്ലേ? നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? എയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര ക്വസ്റ്റ്യൻ തന്നുള്ളത്? 800. ഇത് എത്ര യൂണിറ്റിനുള്ളതാ? 1000-നുള്ള. നമ്മൾ എത്ര യൂണിറ്റ് അവിടെ ഉണ്ടാക്കുന്നത്? 2 ലക്ഷം. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ഏതാണ്? ആക്ച്വൽ ഔട്ട്പുട്ടിന് വേണ്ട സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര വരിക? 1,60,000. അടുത്ത എങ്ങനെയാ? 200 അല്ലേ? ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 2 lakh എത്ര വരും? 40,000. അടുത്തതും 200 തന്നെയല്ലേ? ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 2 lakh ഈസ് ഈക്വൽ ടു എത്ര വരും? 40,000 വരും. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കിട്ടി. ഇനി അടുത്ത ഏതാ? ഇതോടെ കൊണ്ടുപോയിട്ട് എഴുതാം അല്ലേ? 1,60,000 40,000 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് അറിയാലോ എത്രയൊക്കെയുള്ളത്? 2.50. പിന്നെ അടുത്ത് 4, പിന്നെ 1. ദെൻ അടുത്ത ഏതാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ട് എത്രയാ? 1,57,000 ഇൻറ്റു ആക്ച്വൽ പ്രൈസ് 2.40. അടുത്തത് 38,000 ഇൻറ്റു 4.20. ഓക്കെ. ദെൻ അടുത്ത് 36,000 ഇൻറ്റു 1.10. അടുത്ത ആക്ച്വൽ ക്വാണ്ടിറ്റി 1,57,000 ആണ്. ഇൻറ്റു പ്രൈസ് എടുക്കുമ്പോൾ ഏതെടുത്താൽ മതി? സ്റ്റാൻഡേർഡ് പ്രൈസ് 2.50. അടുത്ത് 38,000 ഇൻറ്റു ഏതാണ്? 4. 36,000 ഇൻറ്റു ഏതാണ്? 1. ഓക്കെ. ഇനി റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി കൂടെ കാണണം. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 2. റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി പറഞ്ഞാൽ എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ എടുത്താൽ മതി. എത്ര? ഇതിൻ്റെ ഒക്കെ ടോട്ടൽ എത്ര വരും?
2 lakh ബ്രാഞ്ചഡ് ഇൻറ്റു 3. ഏതൊക്കെയാണ്? എക്കും ബിക്കും സിക്കും. ഏത് റേഷ്യോലാ? ഈ റേഷ്യോ 8:2:2 അല്ലേ? 8:2:2. അപ്പോൾ ടോട്ടൽ എത്ര പോർഷൻ വരും? 12 പോർഷൻ വരും. അപ്പോൾ എങ്ങനെ എഴുതണം? 2,31,000 ഇൻറ്റു 8/12 എത്ര വരും? 1,04,000. അടുത്തത് 30,500. അടുത്തത് 38,500. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് എഴുതാം അല്ലേ മോളിൽ? 1,54,000 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 2.50, 38,500 ഇൻറ്റു 4, 38,500 ഇൻറ്റു 1. അങ്ങനെ ഇതിൻ്റെ ടോട്ടൽ ചെയ്യണം. തൽക്കാലം ഇപ്പോൾ ടോട്ടൽ വേണ്ട, നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കത് പറഞ്ഞു തന്നാൽ മതി. ഇവിടുത്തെ ടോട്ടൽ എത്ര വരും പറഞ്ഞത്? ഒന്നേതാ? 6 lakh. മറ്റേത് 7,80,5 lakh ആണ്. 5 lakh. ഓക്കെ. അടുത്തത് ഓക്കെ. 80 അല്ലേ? ഓക്കെ. ശരി. 500 ആണ്. 0 കുറയ്ക്കണ്ടല്ലേ? വെട്ടി എഴുതാം. 580,500 അല്ലേ? ഓക്കെ. അടുത്ത് 5,77,500. ഇതൊക്കെ മനസ്സിലുണ്ടല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റെപ്പ് ഏത് ചെയ്യാം? 2 ചെയ്യാം. സ്റ്റെപ്പ് 2 എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വാരിയൻസ് കാൽക്കുലേഷൻ. ഏതൊക്കെയാണ്? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് 1 - 2. മെറ്റീരിയൽ മിക്സാണ്. അപ്പോൾ മെറ്റീരിയൽ മിക്സ് വാരിയൻസ് വരും. എത്രയാ? 4 - 3. മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് എത്രയ്ക്ക് വരും? കോസ്റ്റ് വാരിയൻസ് എത്ര വരും? 24,000. എന്താ? ഫേവറബിൾ. പ്രൈസ് വാരിയൻസ് 4,500. എന്താ? ഫേവറബിൾ. അടുത്ത് 3,000. 3,000 എങ്ങനെ വരാം? വന്നാൽ 24,000 ആവില്ലല്ലോ. എത്ര വരെ? 19,500. ഏതന്നെ? ഫേവറബിൾ. മിക്സ് വാരിയൻസ് എത്രയാണ്? 3,000 അഡ്വേഴ്സ്. മറ്റേത് 22,500. ഏതാ? ഫേവറബിൾ. ക്വസ്റ്റ്യനിൽ എന്ത് കാണാൻ പറ്റുള്ളൂ? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. നമ്മളെല്ലാം കാണും.